ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യമായി ഒരു അന്തർദേശീയ വേദിയിൽ സ്വാമി വിവേകാനന്ദൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ലോക മത സമ്മേളനത്തിലാണ്. അവിടെ തൻ്റെ പ്രഭാഷണ മധ്യേ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുദേവനെ ഞാൻ ആദരിക്കുന്നു. കാരണം ഞാൻ വരുന്നത് ആ വംശാവലി പിറന്ന് ലോകത്തിന് അത്ഭുതങ്ങളായ സങ്കീർത്തനങ്ങൾ പ്രസരിപ്പിച്ചു തന്ന ആ മണ്ണിൽ നിന്നാണ്. യൂറോപ്പിൽ അധിഷ്ഠിതമായ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തെ നിങ്ങളുടെ വേരുകൾ പൂർവ്വദേശത്താണുള്ളതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വേദസംസ്കൃതിയുടെ അപരിമേയമായ ആഴങ്ങൾ ക്രിസ്തു സംഹിതയിൽ നിന്ന് കണ്ടെത്താനാവുന്നു. അവ തമ്മിലുള്ള അന്യോന്യം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ ഉണർത്തുപാട്ടായി ഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പൂർവ്വദേശ ഭൂഖണ്ഡത്തിന് ക്രിസ്തുവിനെ അവകാശപ്പെടുവാനുള്ള അർഹതയുണ്ടെന്ന് സ്ഥാപിക്കുവാനാണ് വിവേകാനന്ദ സ്വാമി അന്നവിടെ ശ്രമിച്ചത്. ക്രിസ്തുദേവൻ്റെ സുവിശേഷ ഘോഷവുമായി ഈ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്നതാകട്ടെ നമ്മുടെ വിശ്വാസ പഴക്കപ്രകാരം മാർത്തോമാ ശ്ലീഹ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന സെയിൻറ്റ് തോമസ് ആണ്. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന സെയിൻറ്റ് തോമസിനെ കുറിച്ച് നാം എപ്പോഴും പറയാറുണ്ട് ഡൗട്ടിങ് തോമസ് എന്ന്, സന്ദേഹിയായ തോമസ് എന്ന്. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പലതും അത് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ നേരിട്ട് കണ്ട് ആ ആണിപ്പഴുതുകളിൽ വിരൽ ചേർത്ത് വെച്ച് അതെൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ കർത്താവുമായ യേശു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് ശഠിച്ച തോമസ് ലീഹ. ക്രിസ്തു തോമസ് ലീഹയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, തോമസേ, നിൻ്റെ വിരലുകൾ എൻ്റെ ആണിപ്പഴുതിലേക്കും എൻ്റെ വിലാപ്പുറങ്ങളിലേക്കും ചേർത്ത് വയ്ക്കൂ, ഞാൻ തന്നെയെന്ന് ഉറപ്പ് വരുത്തൂ. അങ്ങനെ തൻ്റെ വിശ്വാസത്തെ താൻ പ്രസരിപ്പിക്കുവാനുള്ള ദൗത്യമായി ഏറ്റെടുക്കുമ്പോൾ, ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ തനിക്ക് 100% ബോധ്യപ്പെട്ട ശേഷം മാത്രം വിശ്വാസ പ്രസരണത്തിലേക്ക് താൻ കടക്കുന്നു എന്ന് പറഞ്ഞ മാർത്തോമാ ശ്ലീഹായെ ഈ മലയാള മണ്ണിൽ നിന്നുകൊണ്ട് മലയാള ലിപികൾ സ്വരുക്കൂട്ടിയെടുക്കുന്ന അക്ഷരവടിവിലൂടെ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്ന ഗാനമാണ് കാവ്യാമൃതം ഇന്ന് ആദ്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അനുഗ്രഹീതനായ ഫാദർ ആബേലിൻ്റെ വരികൾ, ഭാരതം കതിര് കണ്ടു, ഭൂമുഖം വെളിവ് കണ്ടു. മാർത്തോമാ ശ്ലീഹായുടെ ദിവ്യമായ സന്ദേശം, സുവിശേഷം, ആ സുവിശേഷം പ്രസരിപ്പിക്കുന്ന അഭൗമമായ പ്രകാശം ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ശാന്തി പകർന്നു എന്നാരംഭിക്കുന്ന ഈ ഗാനം അന്ന് ചിട്ടപ്പെടുത്തിയത് കെ ആൻ്റണിയാണ്, ആലപിച്ചത് KJ യേശുദാസാണ്. ഇവിടെ KL ആൻ്റണി നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. തൻ്റെ ഗുരുവായ ദൈവപുത്രനിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഉൾപ്പേറിക്കൊണ്ട് തോമസ് ലീഹ ഈ മണ്ണിൽ വന്ന് നടത്തിയ സുവിശേഷ ഘോഷം എന്ന് പറയുന്നത് ഈ മണ്ണിൽ ക്രൈസ്തവതയുടെ നാമ്പുകൾ കിളിർത്തു വരുന്നതിന് നിമിത്തമാവുകയും അവ തഴച്ചു വളരുന്നതിന് ഭൂമികയാവുകയും ചെയ്തു. കാലത്തെ അനുഗ്രഹിച്ച ആ സാന്നിധ്യത്തിൻ്റെ ആവിർഭാവത്തെ, ആ സാന്നിധ്യം ഇവിടെ പ്രസരിപ്പിച്ച ദീപ്തിയെ, അതിൽ നിന്ന് ഉയർന്നു വന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാന്ത്വന സമാശ്വസനത്തെ ഈ വരികളിലൂടെ ആബേലച്ചനും സംഗീതകാരനും ഗായകനും ചേർന്ന് പ്രണമിക്കുന്നു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു.
പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. സുരലോക പാദനരനു കാട്ടുവാൻ ഒരു ദൈവദൂതനായണഞ്ഞു നീ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. കാവ്യാമൃതം. ആൽബർട്ട് വിജയൻ ഈണം പകർന്ന് മേരി രാജേശ്വരി വരികളെഴുതി യേശുദാസിൻ്റെ തരംഗിണി നമുക്ക് അവതരിപ്പിക്കുന്ന സ്നേഹരാഗം എന്ന ഈ മ്യൂസിക് ആൽബത്തിൽ നിന്നാണ് ഇനി നാം കേൾക്കാനിരിക്കുന്ന ഗാനം. ആൽബത്തിന് വേണ്ടി ഈ ഗാനം ആലപിച്ചത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്രയാണ്. ഇവിടെ നമുക്ക് വേണ്ടി ബ്ലെസ്സി ഈ ഗാനം ആലപിക്കുന്നു. മരുഭൂമിയിൽ പെട്ടുടർന്ന ഒരു ഏകാന്ത പഥികൻ്റെ മനസ്സിൻ്റെ വിഹുലതകളാണ്. കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു, കാടും പടലും തഴച്ചു വളർന്ന് ചുറ്റും ഇരുട്ട് സൃഷ്ടിക്കുന്നു. പേമാരി പെയ്ത് ഭൂമിയെ വിഴുങ്ങുവാനൊരുങ്ങുന്നു. അവിടെ ഒരു പാഴ്ചെടി പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ കനിവിന് വേണ്ടി കൈകൾ ഉയർത്തി യാചിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹമാകുന്ന, സാന്ത്വനമാകുന്ന, അലിവാകുന്ന തേനരുവിയിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളം ഈ പാഴ്ചെടിയുടെ മേൽ വർഷിച്ച് ഇതിനെ ഉണർത്തൂ, ഇതിനെ പുനർജനിപ്പിക്കൂ, ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കൂ. ഇത് ഒരു ആത്മാർപ്പണത്തിൻ്റെ പ്രാർത്ഥനാ ഗീതമാണ്. ഒരു തണൽ തേടും കുളിർച്ചോ
CJ തോമസിൻ്റെ വിഖ്യാതമായ നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ. ബൈബിളിൽ ശമൂവേൽ പ്രവാചകൻ്റെ 2-ാം ഗ്രന്ഥത്തിലെ ദാവീദും ബേത്ശബയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയാണ് ഈ നാടകത്തിന് ഇതിവൃത്തം. ബേത്ശബ ഊറിയ എന്ന യോദ്ധാവിൻ്റെ പത്നിയാണ്. പക്ഷെ അവളെ കണ്ട് അവളിൽ അനുരക്തനാകുന്ന ദാവീദ് ചക്രവർത്തി വളരെ കൗശലപൂർവ്വം ഊറിയാവിനെ ഒഴിവാക്കി ബേത്ശബയെ പ്രാപിക്കുവാനും അവളുമൊത്തൊരു ജീവിതം തുടരുവാനും ആഗ്രഹിക്കുന്നു. അമ്പരപ്പോടെ അവൾ പറയുന്നു, അങ്ങ് രാജാവാണ്, അങ്ങ് കവിയാണ്, അങ്ങ് പ്രവാചക തുല്യമായ സങ്കീർത്തനങ്ങൾ രചിക്കുന്നവനാണ്. ഒരിക്കലും ഒരു ദാസിക്ക് വേണ്ടി അങ്ങിങ്ങനെ ഇത്ര ചെറുതാകരുത്. അവിടെ ദാവീദ് ചക്രവർത്തി പറയുന്നതായി CJ തോമസ് എഴുതി വെച്ചിട്ടുള്ള വരികളുണ്ട്. പ്രണയത്തിന് വേണ്ടി മരുഭൂമിയിലൊരു മണൽത്തരിയോളം പോലും ചെറുതാകാൻ എനിക്ക് മടിയില്ല എന്ന്. ഇതിവിടെ ഉദ്ധരിച്ചത് ഇതിന് ഒരു വിരുദ്ധ തലത്തിലുള്ള അർത്ഥവ്യംഗ്യം കൂടിയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും താഴെ കിടക്കുന്നവർ കാലിടറി വീഴുമ്പോൾ മരുഭൂമിയിലെ മണൽത്തരിയോളം താഴേക്ക് ഇറങ്ങി വന്ന് അവരെക്കാൾ ചെറിയവരായി നിന്ന് അവരെ ശുശ്രൂഷ ചെയ്ത് അവരെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളത് ബൈബിൾ മാത്രമല്ല, നമ്മുടെ അനുദിനമുള്ള ജീവിതത്തിലെ നിത്യനിദാനങ്ങളിൽ നിന്ന് പോലും നാം പഠിച്ചെടുക്കുന്ന സാക്ഷ്യമാണ്. അതെ, കൂട്ടം തെറ്റിപ്പോയൊരു കുഞ്ഞാടിനെ തേടി ബാക്കിയുള്ള എല്ലാ ആടുകളെയും പാളയത്തിൻ്റെ വക്കത്ത് നിർത്തിക്കൊണ്ട് അലഞ്ഞ് നടന്ന് ആ കൂട്ടം തെറ്റിയതിനെ തിരികെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുകയും അതിനെ തിരികെ കിട്ടിയതിൻ്റെ ആഘോഷമായി ആ സന്ധ്യയെ മാറ്റുകയും ചെയ്ത ഒരു രക്ഷകൻ. ആ വലിയ ഇടയൻ്റെ മുമ്പിൽ നാം സമർപ്പിക്കുന്ന ഭിക്ഷാപാത്രങ്ങൾ, അതിലേക്ക് അമൃത് പോലെ അദ്ദേഹം ചൊരിഞ്ഞു തരുന്ന സാന്ത്വനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഉണർവിൻ്റെ, ഊർജത്തിൻ്റെ പ്രസാദ രശ്മികൾ, പ്രസാദ കണികകൾ, കാവ്യാമൃതം നിങ്ങളുടെ മനസ്സിൽ പകർത്തിത്തരുന്നത് ഈ അമൂല്യങ്ങളായ രക്തഖനികളുടെ ചെറിയ ചെറിയ സ്ഫുലിംഗങ്ങൾ മാത്രമാണ്. അത് ദൈവപ്രസാദത്തിൻ്റെ അംശങ്ങളായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ